ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധം ബി.ജെ.പിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ഈ പ്രതിഷേധത്തിന് യുവാക്കൾ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ, കൂട്ടായ്മകളിലൂടെയാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ യുവാക്കളിലേക്ക് വലിയ രീതിയിൽ എത്തിയിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വമ്പൻ രീതിയിലുള്ള ഫോളോവേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ടന്റുകൾ വലിയ രീതിയിൽ റീച്ച് ആവുകയും യുവാക്കളിലേക്ക് എത്തുകയും യുവാക്കൾ അത് ഏറ്റെടുക്കുകയും അങ്ങനെ രാജ്യതലസ്ഥാനത്തേക്ക് യുവാക്കൾ കൂട്ടത്തോടെ എത്തുകയും വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ബി.ജെ.പി ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ചുവടുമാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ യുവാക്കളിലേക്ക് എത്തുന്നത് ലക്ഷ്യമിട്ട് ബി.ജെ.പി ചില നീക്കങ്ങൾ നടത്തുകയാണ്. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ യുവാക്കളുമായി കൂടുതൽ അടുക്കാൻ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരോട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പുറത്തേക്ക് വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിമാരും പാർട്ടി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ സജീവമായി തുടങ്ങിയിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിന്റെ സ്വാധീനം യുവജനങ്ങളിൽ വ്യക്തമാക്കുന്നതായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന ഒരു വിലയിരുത്തലിലേക്ക് ബി.ജെ.പി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും ആക്റ്റീവ് ആകണം എന്നാണ് പ്രധാനമന്ത്രി ഈ മന്ത്രിസഭയിലെ അംഗങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നിരന്തരം റീലുകൾ പോസ്റ്റ് ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും യുവാക്കളുമായിട്ട് കൂടുതൽ അടുക്കാൻ ഇൻസ്റ്റഗ്രാമിലൂടെ ശ്രമിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ CJPയുടെ സമരവുമായി ബന്ധപ്പെട്ട് അർദ്ധരാത്രി ലൈവില് എത്തിയത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി തുടരെ ഇപ്പൊ തന്റെ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ബി.ജെ.പിയും ഇൻസ്റ്റഗ്രാമിൽ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വലിയ രീതിയിലുള്ള ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അക്കൗണ്ടിൽ 9.5 ദശലക്ഷം ഫോളോവർമാരാണ് ഉള്ളത്. ചോദ്യക്കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ റീലുകൾ ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ബി.ജെ.പി തങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പഞ്ചാബിലെ ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട് ആയിരുന്നു കൂടുതൽ റീലുകളും ഉണ്ടായിരുന്നത്. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഇവര് പോസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ യുവാക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആകാനാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്തായാലും ഈ പ്രക്ഷോഭത്തിനിടെ അർദ്ധരാത്രി വീഡിയോ അപ്ലോഡ് ചെയ്തത് മുതൽ ഇതുവരെ 40 ലക്ഷം ഫോളോവർമാരെ കൂടി നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ മോദിയുടെ ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരുന്നവരുടെ എണ്ണം 10.5 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. നരേന്ദ്രമോദിയാണ് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം പേർ പിന്തുടരുന്ന ലോക നേതാവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരുന്നത് 4.5 കോടി പേരാണ്. ആ കണക്കിരിക്കുമ്പോഴാണ് 10.5 പേര് ഇൻസ്റ്റഗ്രാമിൽ പ്രധാനമന്ത്രിയെ ഫോളോ ചെയ്യുന്നത്. എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആകാനാണ് ഇപ്പോൾ ബി.ജെ.പി നേതാക്കളോട് പ്രധാനമന്ത്രി പറഞ്ഞത്.